അടുത്ത് നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മൾ ആക്സെപ്റ്റൻസ് സാമ്പിളിംഗ് എന്താണെന്ന് പറഞ്ഞു. ഈ ആക്സെപ്റ്റൻസ് സാമ്പിളിംഗ് നമ്മൾ പല ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. സിംഗിൾ സാമ്പിളിംഗ് ഉണ്ട്, ഡബിൾ സാമ്പിളിംഗ് ഉണ്ട്, മൾട്ടിപ്പിൾ സാമ്പിളിംഗ് ഉണ്ട്, സീക്വൻഷ്യൽ സാമ്പിളിംഗ് ഉണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് സിംഗിൾ സാമ്പിളിംഗ് പ്ലാൻ എന്നായിരുന്നു. അതുപോലെ ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക് കർവ് എന്താണെന്നും പറയും. ഇൻട്രൊഡക്ഷൻ നമ്മൾ പഠിച്ച കാര്യങ്ങൾ. In Unit 5, you have also learned that the main types of acceptance sampling plan for attributes are single sampling plan, double sampling plan, multiple sampling plan, finally sequential sampling plan. In this unit, we focus on the single sampling plan for attributes. അപ്പോൾ നമ്മൾ എന്താ പഠിക്കുന്നത്? Describe a single sampling plan, compute the probability of accepting or rejecting a lot of given incoming quality in a single sampling plan, construct the operating characteristic curve of single sampling plan. നമുക്ക് ഈ മൂന്നെണ്ണം പഠിക്കാനുള്ളൂ. എന്താണ് സിംഗിൾ സാമ്പിളിംഗ് പ്ലാൻ, പിന്നെ എന്താണ് ഒ സി കർവ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക് കർവ്. അങ്ങനെ ഈ ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക് കർവ് ഫോർ സിംഗിൾ സാമ്പിളിംഗ് പ്ലാൻ എന്താണെന്നും കൂടെ നമ്മൾ നോക്കും. അപ്പോൾ സിംഗിൾ സാമ്പിളിംഗ് പ്ലാൻ, a sampling plan in which a decision about the acceptance or rejection of a lot is based on a single sample that has been inspected is known as single sampling plan. ഇപ്പോൾ നമ്മളൊരു ലോട്ടിൽ നിന്നും ഒരൊറ്റ സാമ്പിൾ എടുത്തുകൊണ്ട് ആ സാമ്പിൾ വെച്ചുകൊണ്ട് നമ്മൾ ആ ലോട്ടെ ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്ന് ഡിസിഷൻ എടുക്കുന്നതിനെയാണ് നമ്മൾ സിംഗിൾ സാമ്പിളിംഗ് പ്ലാൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, സപ്പോസ് എ ബയർ പർച്ചേസസ് ക്രിക്കറ്റ് ബോൾസ് ഇൻ ലോട്ട്സ് ഓഫ് 500 ഫ്രം എ കമ്പനി മാനുഫാക്ചറിങ് ക്രിക്കറ്റ് ബോൾസ്. To check the quality of the lots, the buyer draws a random sample of size 20 from each lot and takes a decision about accepting or rejecting of the lot on the basis of the information provided by the sample. Since the buyer takes the decision about the lot on the basis of a single sample, this sampling plan is a single sampling plan. അപ്പോൾ ഇവിടെ 500 ബോൾസിൽ നിന്നും 500 ബോൾസ് അടങ്ങുന്നതാണ് നമ്മളെ ലോട്ട്. അതിൽ നിന്നും നമ്മൾ 20 സാമ്പിൾ എടുക്കുന്നു. ആ ഒരു സാമ്പിൾ ചെക്ക് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഹോൾ ലോട്ട് ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ തീരുമാനിക്കുന്നു. ഇങ്ങനെ ഒരു സിംഗിൾ സാമ്പിൾ വെച്ചുകൊണ്ട് നമ്മൾ ആ ഡിസിഷൻ മേക്കിംഗ് നടത്തുന്നതിനെയാണ് സിംഗിൾ സാമ്പിളിംഗ് പ്ലാൻ എന്ന് പറയുന്നത്. എ സിംഗിൾ സാമ്പിളിംഗ് പ്ലാൻ റിക്വയർസ് ദ സ്പെസിഫിക്കേഷൻ ഓഫ് 2 ക്വാണ്ടിറ്റീസ് വിച്ച് ആർ നോൺ ആസ് പാരാമീറ്റേഴ്സ് ഓഫ് ദ സിംഗിൾ സാമ്പിളിംഗ് പ്ലാൻ. അപ്പോൾ ഇവിടെ പാരാമീറ്റേഴ്സ് ഓഫ് ദ സിംഗിൾ സാമ്പിളിംഗ് പ്ലാൻ എന്ന് പറയുന്നത് എന്നും സി ആണ്. എൻ എന്താണ് നമ്മൾ പറഞ്ഞായിരുന്നു, സൈസ് ഓഫ് ദ സാമ്പിൾ. സി എന്താണ്, ആക്സെപ്റ്റൻസ് നമ്പർ ഓഫ് ദ ഫോർ ദ സാമ്പിൾ. ആക്സെപ്റ്റൻസ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, അത് നമ്മൾ പ്രീഫിക്സ് ചെയ്യുന്നൊരു നമ്പറാണ്. ആ നമ്പറിൽ കുറവായിരിക്കണം നമ്മളുടെ നമ്പറിൽ കുറവായിരിക്കണം നമ്മൾ ഡിഫക്റ്റീവ് ഐറ്റംസ് ഇൻ ദ സാമ്പിൾ. ലെറ്റ് us suppose that the lots are of same size n and are submitted for inspection one at a time. The procedure for implementing the single sampling plan to arrive at a decision about the lot is described in the following steps. അപ്പോൾ എങ്ങനെയാണ് സിംഗിൾ സാമ്പിളിംഗ് പ്ലാൻ കണ്ടക്ട് ചെയ്യുന്നതെന്ന് ഒരു സ്റ്റെപ്സിലൂടെ പറഞ്ഞേക്കാണ്. സ്റ്റെപ്പ് 1, we draw a random sample of size n from the lot received from the supplier or the final assembly. നമുക്ക് കിട്ടിയ ലോട്ടിൽ നിന്നും സാമ്പിൾ സൈസ് n ഉള്ള അത്രയും ഐറ്റംസ് എടുക്കും. സ്റ്റെപ്പ് 2 എന്താണ്, we inspect each and every unit of the sample and classify it as defective or non-defective. നമ്മൾ എന്നിട്ട് ആ ഓരോ സാമ്പിളിലെ ഓരോ യൂണിറ്റും ചെക്ക് ചെയ്തിട്ട് അത് ഡിഫക്റ്റീവ് ആണോ നോൺ ഡിഫക്റ്റീവ് ആണോ എന്ന് ക്ലാസിഫൈ ചെയ്യും. At the end of the inspection, we count number of defective units found in the sample. Suppose the number of defective units found in the sample is D. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിലെ എത്ര ഡിഫക്റ്റീവ് ഉണ്ടെന്ന് എണ്ണിക്കഴിഞ്ഞിട്ട് നമുക്ക് എത്ര ഡിഫക്റ്റീവ് ഉണ്ടെന്ന് കിട്ടിയാൽ നമ്മൾ അതിനെ D എന്ന് ഡിനോട്ട് ചെയ്യും. ആ നമ്പർ ഓഫ് ഡിഫക്റ്റീവ്സിന് നമ്മൾ D എന്ന് ഡിനോട്ട് ചെയ്യും. സ്റ്റെപ്പ് 3, we compare the number of defective units found in the sample with the stated acceptance number. എന്നിട്ട് നമ്മൾ ഈ കിട്ടിയ നമ്പർ ഓഫ് ഡിഫക്റ്റീവ്സും ഈ ആക്സെപ്റ്റൻസ് നമ്പറും കൂടെ കമ്പയർ ചെയ്യും. D ലെസ് ദാൻ സി ആണെങ്കിൽ, D ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ആണെങ്കിൽ നമ്മൾ ആ ലോട്ട് ആക്സെപ്റ്റ് ചെയ്യും, അതർവൈസ് വി റിജക്റ്റ്. We take the decision of acceptance or rejection of the lot on the basis of the sample as follows. Under acceptance sampling plan, if the number of defective units in the sample is less than or equal to the stated acceptance number C, that is D less than or equal to C, we accept the lot, and if D greater than C, we reject the lot. ഇതാണ് ആക്സെപ്റ്റൻസ് സാമ്പിളിംഗ് പ്ലാനിലുള്ളത്. ഇത് റെക്ടിഫൈങ് സാമ്പിളിംഗ് പ്ലാൻ ആണ്, അത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ആ ഒരു കേസ് നോക്കിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഒരു ചാർട്ട് രൂപത്തിൽ കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ വരും, ഡ്രോ എ റാൻഡം സാമ്പിൾ ഓഫ് സൈസ് n from the lot size n received from the supplier or the final assembly. Inspect each and every unit of the sample and count the number of defective units. Compare the number of defective units found in the sample with the acceptance number.
If D less than or equal C ആണെങ്കിൽ accept the lot under the acceptance sampling plan and accept the lot by replacing all defective units found in the sample by non-defective units under rectifying sampling plan. അപ്പോൾ if D greater than C ആണെങ്കിൽ എന്താണ് ആക്സെപ്റ്റൻസ് നമ്പറിനേക്കാളും കൂടുതൽ ഡിഫക്റ്റീവ് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ നമ്മൾ റിജക്റ്റ് ചെയ്യും. അത് വീണ്ടും റെക്ടിഫൈ ചെയ്യാൻ കൊടുക്കും എന്ന് വെച്ചാൽ അത് എന്താണ് ഡിഫക്റ്റീവ് ഐറ്റംസിനെ വീണ്ടും എന്താണ് അതിൻ്റെ എന്തൊക്കെയാണ് ഡിഫക്ട്സ് എന്നുള്ളത് മാറ്റാൻ വേണ്ടിയിട്ട് കൊടുക്കും. എക്സാമ്പിൾ നോക്കാം. സപ്പോസ് എ മൊബൈൽ ഫോൺ കമ്പനി പ്രൊഡ്യൂസസ് മൊബൈൽ ഫോൺസ് ഇൻ ദ ലോട്ട്സ് ഓഫ് 100 ഫോൺസ്. To check the quality of the lots, the quality inspector of the company uses a single sampling plan with n equal 15 and c equal to 1. Explain the procedure for implementing it. അപ്പോൾ ഇത് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ ചെയ്യണം? For implementing a single sampling plan, the quality inspector of the company randomly draws a sample of 50 mobile phones from each lot and classifies each mobile of the sample as defective or non-defective. നമ്മൾ ഈ 100 ഫോൺസിൽ നിന്നും ഒരു 15 സാമ്പിൾ എടുക്കുക. എന്നിട്ട് നമ്മുടെ 15 സാമ്പിളും ഇൻസ്പെക്ട് ചെയ്യുക. എന്നിട്ട് ഡിഫക്റ്റീവും നോൺ ഡിഫക്റ്റീവും ക്ലാസിഫൈ ചെയ്യുക. At the end of the inspection, he or she count the number of defective mobiles found in the sample and compare it with the acceptance number C. ഇത് നമ്മൾ നമ്പർ ഓഫ് ഡിഫക്റ്റീവ് യൂണിറ്റ്സ് കൗണ്ട് ചെയ്യുക. നമുക്ക് ആക്സെപ്റ്റൻസ് നമ്പർ തന്നിട്ടുണ്ടാവും, എത്രയാണ് 1 അല്ലേ. അപ്പോൾ D ലെസ് ദാൻ ഓർ ഈക്വൽ ടു C ആണെങ്കിൽ he or she accept the lot and D greater than C he or she reject the lot under the acceptance sampling plan. Under rectifying sampling plan, if D less than or equal to C, accept the lot by replacing all defective mobiles found in the sample by non-defective mobiles, and if D greater than C he or she accept the lot by inspecting the entire lot and replacing all defective mobiles. ഇപ്പം D greater than C ആണെങ്കിൽ നമ്മൾ വീണ്ടും ആ ലോട്ട് ചെക്ക് ചെയ്യും, എത്ര ഡിഫക്റ്റീവ്സ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യും. ഇത് നമ്മളത് കൂടുതലാണെങ്കിൽ റിജക്റ്റ് ചെയ്യും. എ മാനുഫാക്ചർ ഇനി നമുക്ക് ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക് കർവ് എന്താണെന്ന് നോക്കാം.